എല്ലാ പുകഴും ഇടൈവനുക്ക് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇത് പൊന്നാനി ആയതുകൊണ്ട് ഒരു സാംസ്കാരിക പൈതൃകമുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാവേണ്ട ഒരു സ്ഥലമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കൊരു പഴയ കാക്കാജിയുടെ സിനിമയിൽ ആകെ ഡയലോഗ് പറയാറുണ്ട്. इज्जतें शौहरतें इज्जतें चाहतें सब कुछ इस दुनिया में रहता है। आज मैं हूँ यहाँ, कल कोई और था, वो भी एक दौर था, ये भी एक दौर है। काका जी इंडियन सिनेमा സൂപ്പർസ്റ്റാറാണ് കാക്കാജി. തീർച്ചയായിട്ടും വലിയൊരു ജനാധിപത്യ മാതൃക ഇവിടെ ഉയർത്തിപ്പിടിക്കുമെന്ന വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും എല്ലാ പൊന്നാനിക്കാരെയും ചേർത്ത് ജാതി മത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് അതീതമായ ഒരു നെഹ്റുവിയൻ ജനാധിപത്യ മാതൃക ഈ പൊന്നാനിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഇത് ഞാനൊരു 2.5 വർഷമായിട്ട് ഇവിടെ ഓരോ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ 2 വർഷം ആയിട്ട് തീർച്ചയായിട്ടും ഞാനിവിടെ അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഇടത്താവളം നടത്തുന്നത്. അത് കണ്ടകുടുംബക്കാർ ക്ഷേത്രത്തിലാണ് ഇടത്താവളം നടത്തിയത്. പാണക്കാട് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ അടക്കമുള്ള വിവിധ വേദപണ്ഡിതരടക്കമുള്ള വലിയൊരു ജനസഞ്ചയം ആ പരിപാടി. അതുപോലെ തന്നെ ഞാൻ തീരദേശത്ത് പലതരത്തിലുള്ള പരിപാടികൾ നടത്തുകയും അവരുടെ ഒരു ആ ജോലി, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം, ഇതൊക്കെയായി ബന്ധപ്പെട്ട ഗൗരവകരമായ ചില നയപരമായ വിഷയങ്ങളടക്കം ഞാൻ തീരദേശത്ത് ഉയർത്തിയിരുന്നു. അതിൻ്റെ വലിയൊരു ഗുണഫലമുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ലേക്ക് ഷോർ ആശുപത്രിയുടെ ഒരു സ്ത്രീജന്യ രോഗങ്ങൾ, ഒവേറിയൻ ക്യാൻസർ, സർവിക്കൽ ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, യൂട്രസ് റിമൂവൽ, ഇങ്ങനെയുള്ള സർജിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തി 105 ആളുകളെ നമ്മൾ ശസ്ത്രക്രിയക്ക് സൗജന്യമായി തിരഞ്ഞെടുത്ത് 31 പേരുടെ പൂർത്തിയായി. അത്തരത്തിലുള്ള പരിപാടികൾ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഫുട്ബോൾ സ്പോർട്സ് അക്കാദമി രൂപീകരണം, അങ്ങനെ നിരവധിയായ പദ്ധതികൾ നമ്മൾ 2.5 വർഷം കൊണ്ട് പൊന്നാനിയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലമായിട്ട് തീരദേശ വോട്ടുകൾ കിട്ടുന്നു, ഈ അങ്ങാടി വോട്ടുകൾ കിട്ടുന്നു, എഴുപത്തുരുത്തിയിലെ വോട്ടുകൾ കിട്ടുന്നു, മറ്റ് പഞ്ചായത്തുകളിലൊക്കെയുള്ള സാംസ്കാരിക സാമൂഹിക രംഗത്തേക്കുള്ള നിഷ്പക്ഷ പൊതുബോധത്തിൻ്റെ വോട്ട് കിട്ടുന്നു. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയമാണ്. കിട്ടിയിട്ടുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും CPM ഇവിടുത്തെ വലിയൊരു പാർട്ടിയാണല്ലോ പൊന്നാനിയിൽ. ഇങ്ങനെ ഒരുപാട് ജനം വോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് CPM വോട്ട് ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്ല, ഇതിനകത്ത് അടിയൊഴുക്കുകൾ ഉണ്ടായ ഇടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇത് കീഴവത്തുരുത്തിയിലൊക്കെ നിങ്ങൾ മുൻവിധി കൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു അടിയൊഴുക്കിനെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കും. കീഴവത്തുരുത്തിയിലപ്പോൾ എന്ത് അടിയൊഴുക്കം ഉണ്ടായതെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു പൊതുവായ ഒരു പൊന്നാനിയിലൊരു ഈ എല്ലാ വിഭാഗങ്ങളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും നിന്നും ഉണർവുണ്ടായിട്ടുണ്ട്. ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന ആക്ഷേപം കുറേ കേട്ടു. അതിനകത്ത് കാര്യമില്ല. കാരണം ഇവിടെ ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ ഇവിടെ 2 തവണ മത്സരിച്ച് ജയിക്കുമ്പോൾ ഇവിടെ നാട്ടുകാരനായ അജയ് മോഹനായിരുന്നു സ്ഥാനാർത്ഥി. അപ്പോൾ അന്നില്ലാത്തൊരു നെഗറ്റീവ് ഇപ്പോഴുണ്ടാവുന്നത് അതിൻ്റെയൊക്കെ പൊള്ളത്തരമൊക്കെ പൊന്നാനിയിലെ ജനം തിരിച്ചറിയും. ഞാൻ അത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാൻ പോയിട്ടില്ല. അതിലുപരിയാണ് പൊന്നാനിക്കാരുടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയും ജനാധിപത്യ ഉത്ബുദ്ധതയും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. മലപ്പുറം ജില്ലയിൽ LDF സംഭൂജിതമാവുകയാണ്. നമുക്ക് നോക്കാം. അതങ്ങനെ ആക്ഷേപിക്കുന്നൊരു രാഷ്ട്രീയമൊന്നുമില്ല. അവർ നല്ലൊരു പ്രതിപക്ഷമായിട്ട് അവർ മുന്നോട്ട് വരട്ടെ. അങ്ങനെ നല്ലൊരു സാമൂഹിക ചുറ്റുപാട് കേരളത്തിലുണ്ടാവട്ടെ എന്ന് പറയുന്ന ആഗ്രഹം. പ്രസിഡന്റ് വിജയിച്ചു വരികയാണ്. തീർച്ചയായിട്ടും വലിയ മുന്നേറ്റമാണ്. പിന്നെ തവനൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൂചനകളൊക്കെ തവനൂരിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വലിയ തോതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഈ മുനിസിപ്പാലിറ്റി 3-2 ഭൂരിപക്ഷത്തോടുകൂടി LDF ജയിക്കുകയും ഈ മുനിസിപ്പാലിറ്റി തന്നെ ഈ തരംഗത്തിനിടയിൽ അന്ന് 4200 വോട്ടിന് ലീഡ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ പൊന്നാനി ഒരു ദുഷ്കര ദൗത്യമായിരുന്നു. പക്ഷേ ജനങ്ങളെ വളരെ കൃത്യമായി നമ്മൾ അഭിസംബോധന ചെയ്തതിൻ്റെ ഫലമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ്, സംസ്ഥാനത്ത് അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥ എല്ലാം ഒത്തുചേർന്നു പൊന്നാനിയിൽ നല്ലൊരു വിജയമുണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഈ പൊന്നാനിയിലെ വിഭാഗീയതൊക്കെ വോട്ടായിട്ട് മാറിയെന്ന് തോന്നുന്നുണ്ട് CPM-നകത്തെ. സ്വാഭാവികമായിട്ടും CPM-നകത്തു നിന്നുള്ള ഒരുപാട് വോട്ടുകളൊക്കെ ഈ വലിയ ജനസംഖ്യത്തിൻ്റെ വോട്ട് ഒഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പല സൂചനകളൊക്കെ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇതിന് ആ വിഷയത്തിൽ എന്നെക്കാളും നിങ്ങൾക്കാണ് അറിയുക എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ആളും കൂടിയാണ് അതിൽ എന്തായിരുന്നു നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ട് ഇന്നത്തെ ഇതിൻ്റെ ഒരു
ഭംഗികളെയുണ്ട് ഈ നിവേദനം ഞാൻ വിജയിച്ചതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. നാളെ മുതൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട്. നമുക്ക് അവിടെ നിന്നും കാണാം. അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും നമ്മൾ വെച്ച് പ്രവർത്തിക്കുന്ന കാര്യമില്ല. നമ്മൾ യുക്തിസഹമായി ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്താണ് ഈ പൊന്നാനിക്കാർക്ക് നൽകാനുള്ളത്? ആ വികസനവുമായി മുന്നോട്ട് പോവുക എന്നുള്ള ദൗത്യം തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും പൊന്നാനിക്ക് എന്താണ് പൊന്നാനിയുടെ അപര്യാപ്തതകൾ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തും. അതിനകത്ത് നമുക്ക് ഈ ജനതാല്പര്യം മാത്രമേ ഉള്ളൂ, മറ്റൊരു താല്പര്യമില്ല. അതുകൊണ്ട് അത് പൊന്നാനിക്കാർക്ക് പഥ്യമാവുമെന്നാണ് എൻ്റെ പ്രത്യാശ. പ്രതിപക്ഷ തുടക്കം മുതലേ പറഞ്ഞിരുന്നു 100 സീറ്റ് അതിലും പരിഹരിച്ചിരുന്നു. കോൺഗ്രസിന്റെ പലരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ 100 എത്താൻ പോകും. അല്ല, ഇത് ഞാൻ